സൈനിക ദിനത്തിൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷയുടെ കാതലായ സൈന്യത്തിന് ആശംസകൾ നേർന്ന രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. ദൃഢനിശ്ചയത്തോടെ രാജ്യത്തെ സേവിക്കുന്ന സൈനികരുടെ ധൈര്യത്തിനും സമർപ്പണത്തിനും പരമമായ ത്യാഗത്തിനും സൈനിക ദിനത്തിൽ ഇന്ത്യൻ സൈന്യത്തിന് ഊഷ്മളമായ ആശംസകൾ നേർന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിലോ പ്രകൃതി ദുരന്തങ്ങളിൽ ജീവൻ രക്ഷിക്കുന്നതിലോ ആകട്ടെ ഇന്ത്യൻ സൈന്യം പ്രൊഫഷണലിസം, പ്രതിബദ്ധത, ധൈര്യം എന്നിവയുടെ ഉയർന്ന പാരമ്പര്യങ്ങൾ നിരന്തരം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടെന്ന് രാഷ്ട്രപതി തന്റെ സന്ദേശത്തിൽ പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ സൈന്യത്തിന്റെ ധീരമായ പ്രകടനത്തിനും ശ്രദ്ധേയമായ വിജയത്തിനും അവർ അതിനെ പ്രശംസിച്ചു. 2026 കരസേനാ ദിനത്തിൽ ഇന്ത്യൻ സൈന്യത്തിന് എന്റെ ഊഷ്മളമായ അഭിനന്ദനങ്ങൾ. രാഷ്ട്ര സേവനത്തിൽ ഉറച്ചു നിൽക്കുന്ന നമ്മുടെ സൈനികരുടെ ധൈര്യത്തെയും സമർപ്പണത്തെയും പരമമായ ത്യാഗത്തെയും അനുസ്മരിക്കുന്നതാണ് കരസേനാ ദിനം. ഇന്ത്യയുടെ ദേശീയ സുരക്ഷയുടെ കാതലായ ഭാഗത്ത് ഇന്ത്യൻ സൈന്യം തുടരുന്നു. നമ്മുടെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിലും പ്രകൃതി ദുരന്തങ്ങളിൽ ജീവൻ രക്ഷിക്കുന്നതിലും പ്രൊഫഷണലിസം, പ്രതിബദ്ധത, ധീരത എന്നിവയുടെ ഉയർന്ന പാരമ്പര്യങ്ങൾ അവർ നിരന്തരം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിലെ ധീരമായ പ്രകടനത്തിനും മികച്ച വിജയത്തിനും ഇന്ത്യൻ സൈന്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നുവെന്നും പ്രസിഡന്റ് മുർമു തന്റെ കത്തിൽ എഴുതി. രാഷ്ട്ര നിർമ്മാണത്തിൽ ഇന്ത്യൻ സൈന്യം നിർണായക പങ്ക് വഹിക്കുമെന്നും സാമ്പത്തിക പുരോഗതിക്കും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനത്തിനും സംഭാവന നൽകുമെന്നും പ്രസിഡന്റ് മുർമു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. സൈനികരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സൈന്യത്തോടുള്ള രാജ്യത്തിന്റെ ശാശ്വതമായ നന്ദി അവർ ആവർത്തിച്ചു. എല്ലാ സൈനികർക്കും അവരുടെ മഹത്തായ കടമകൾ നിർവഹിക്കുന്നതിൽ തുടർന്നും വിജയവും ശക്തിയും മഹത്വവും ആശംസിച്ചു. രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയും സമഗ്ര വികസനവും സാധ്യമാക്കുന്നതിനായി രാഷ്ട്ര നിർമ്മാണത്തിൽ ഇന്ത്യൻ സൈന്യം അതിന്റെ സംഭാവനകൾ തുടരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമ്മുടെ സൈനികരെ അഭിവാദ്യം ചെയ്യുകയും ഇന്ത്യൻ സൈന്യത്തോടുള്ള രാജ്യത്തിന്റെ ശാശ്വതമായ നന്ദി ആവർത്തിക്കുകയും ചെയ്യുന്നു. എല്ലാ സൈനികർക്കും അവരുടെ മഹത്തായ കടമയിൽ തുടർന്നും വിജയവും ശക്തിയും മഹത്വവും നേരുന്നുവെന്നും പ്രസിഡന്റ് മുർമു പറഞ്ഞു. കൂടാതെ സൈനിക ദിനത്തിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ധൈര്യത്തെയും ദൃഢനിശ്ചയ പ്രതിബദ്ധതയും ഞങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു. ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ പോലും ഉറച്ച ദൃഢനിശ്ചയത്തോടെ രാജ്യത്തെ സംരക്ഷിക്കുന്ന നിസ്വാർത്ഥ സേവനത്തിന്റെ പ്രതീകമായി നമ്മുടെ സൈനികർ നിലകൊള്ളുന്നു. അവരുടെ കർത്തവ്യബോധം രാജ്യമെമ്പാടും ആത്മവിശ്വാസവും നന്ദിയും പ്രചോദിപ്പിക്കുന്നു. പ്രധാനമന്ത്രി എക്സിൽ പോസ്റ്റ് ചെയ്തത് ഇങ്ങനെയാണ്: കർമ്മനിരതരായി ജീവൻ ബലിയർപ്പിച്ചവരെ ഞങ്ങൾ ആഴമായ ആദരവോടെ ഓർക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓപ്പറേഷൻ സിന്ദൂറിൽ സംഘടനയുടെ പങ്ക് അനുസ്മരിച്ചുകൊണ്ട് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാനും എല്ലാ റാങ്കുകൾക്കും കുടുംബങ്ങൾക്കും വെറ്റർമാർക്കും വീരനാരികൾക്കും സൈനിക ദിന ആശംസകൾ നേർന്നു. ഇന്ത്യൻ സൈന്യത്തിന് ധീരതയുടെയും ത്യാഗത്തിന്റെയും രാഷ്ട്രത്തോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയുടെയും സമ്പന്നമായ ഒരു ചരിത്രമുണ്ട്. രാജ്യത്തിന്റെ പ്രതിരോധ വാസ്തുവിദ്യയുടെ മൂലക്കല്ലായിരുന്നു അത്. അതിന്റെ ഏറ്റവും വിശ്വസനീയമായ സ്തംഭവും ഓപ്പറേഷൻ സിന്ദൂർ സൈന്യത്തിന്റെ അജയ്യമായ മനോഭാവം വീണ്ടും പ്രകടമായി. അവിടെ അവർ വിട്ടുവീഴ്ചയില്ലാത്ത ധൈര്യവും തന്ത്രപരമായ വൈഭവവും പ്രകടിപ്പിച്ചു. ബാഹ്യവും ആന്തരികവുമായ വെല്ലുവിളികളെ തരണം ചെയ്തതിലെ നേട്ടങ്ങളിൽ രാജ്യം അഭിമാനിക്കുന്നുവെന്നും സീരിയസ് എഴുതി. ഈ ശുഭദിനത്തിൽ ഇന്ത്യൻ സൈന്യത്തിലെ എല്ലാ റാങ്കുകളിലുമുള്ള വിമുക്ത ഭടന്മാർക്കും സിവിൽ ഡിഫൻസ് ജീവനക്കാർക്കും അവരുടെ കുടുംബങ്ങൾക്കും എൻ്റെ അഗാധമായ നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ അചഞ്ചലമായ ധൈര്യവും ശൗര്യവും യുവാക്കളെ പ്രചോദിപ്പിക്കുന്നത് തുടരട്ടെ. അത് നമ്മുടെ രാജ്യത്തിന്റെ സമാധാനവും അന്തസ്സും ബഹുമാനവും കൊണ്ടുവരട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 1949 ബ്രിട്ടീഷ് കമാൻഡർ ഇൻ ചീഫ് ജനറൽ സർ FRR ബുച്ചറിൽ നിന്നും ഇന്ത്യൻ കരസേനയുടെ കമാൻഡറായി ഫീൽഡ് മാർഷൽ KM കരിയപ്പ ചുമതലയേറ്റതിൻ്റെയും സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഇന്ത്യൻ കമാൻഡർ ഇൻ ചീഫ് ആയതിൻ്റെയും ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും ജനുവരി 15 കരസേനാ ദിനം ആചരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.